കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലതും എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനിടയായ സാഹചര്യം ബൂത്ത് കമ്മിറ്റികൾ വരെയുള്ള കീഴ്ഘടകങ്ങളെ ഔദ്യോഗികമായി KPCC നേതൃത്വം ഉടൻ അറിയിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, നടപടിയെടുത്തിട്ടും കോൺഗ്രസിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടും സ്പീക്കറെ ഈ വിവരം അറിയിച്ചില്ല എന്നുള്ള കാര്യം അതൊരു വിവാദത്തിന് കാരണമായിരുന്നു. അതുമാത്രമല്ല, നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പില്ല എന്ന രീതിയിൽ മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ സതീശൻ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ. തീരുമാനം എടുത്തത് തന്നെയാണോ, അത് ഒറ്റയ്ക്കെടുത്തതല്ല കൂട്ടായി എടുത്തതാണെന്ന്. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരുന്നു നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇനിയും ദിവസങ്ങൾ ഉണ്ടല്ലോ, സാവധാനം അറിയിക്കാം എന്ന രീതിയിൽ. പക്ഷേ ഉടൻ തന്നെ സ്പീക്കറെ വിവരം അറിയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണോ? വരുന്ന 15-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുന്നത്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അടക്കം സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്ന നിരവധി വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് പ്രതിപക്ഷം. അതിനിടയിൽ ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയാൽ സഭയിൽ പ്രതിപക്ഷത്തിനെതിരെ അത് ഭരണപക്ഷം ആയുധമാക്കി മാറ്റുമെന്ന വിലയിരുത്തലിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ സമാനമായ ആരോപണം നേരിട്ടവർ ഭരണപക്ഷത്തും ഉണ്ടെന്നിരിക്കെ രാഹുലിനോട് എന്തിന് അങ്ങനെ ഒരു വിവേചനം കാണിക്കുന്നു എന്നതാണ് രാഹുലിനെ അനുകൂലിക്കുന്ന ചില നേതാക്കൾ മുമ്പോട്ട് വെക്കുന്ന ആക്ഷേപം. പക്ഷേ അത് മുഖവിലക്കെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കില്ല എന്നാണ് സൂചന. ഈ പശ്ചാത്തലത്തിലാണ് സ്പീക്കറെ ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് അറിയിക്കാൻ, അതായത് പാർട്ടി ഇങ്ങനെ ഒരു നടപടിയെടുക്കാനുണ്ടായ സാഹചര്യം രേഖാമൂലം കത്ത് മുഖേന സ്പീക്കറെ അറിയിക്കാനുള്ള ഒരു നീക്കം നേതൃതലത്തിൽ പുരോഗമിക്കുന്നത്. പാർട്ടിയുടെ ഒരു അന്തിമ അനുമതിയോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വിവരം ഔദ്യോഗികമായി സ്പീക്കറെ അറിയിക്കുക. അങ്ങനെ അറിയിച്ചതിന് ശേഷം രാഹുൽ സഭയിലെത്താനുള്ള നീക്കം നടത്തിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം രാഹുലിന് തന്നെ ആയിരിക്കുമെന്ന കാര്യവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സ്പീക്കറെ അറിയിക്കുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാനിടയായ സാഹചര്യം സംബന്ധിച്ച താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും നിലനിൽക്കുന്ന അവ്യക്തത നീക്കുന്നതിനു വേണ്ടി ബൂത്ത് തലം വരെയുള്ള പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളെയും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ചും അതിന്റെ നിജസ്ഥിതി സംബന്ധിച്ചും ഇങ്ങനെയൊരു നടപടിയെടുക്കാനുണ്ടായ അനിവാര്യത സംബന്ധിച്ചും ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം ഉടൻ കീഴ്ഘടകങ്ങളിലേക്ക് കൈമാറുമെന്ന സൂചനയാണ് KPCCയുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതേസമയത്ത് തന്നെ VD സതീശന് ഇന്നലെ മറുപടി പറയേണ്ടി വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങളെക്കുറിച്ച്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായും VD സതീശനെതിരായും നടക്കുന്ന വിമർശനങ്ങൾ. അതിൽ അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, ഇത് കൂട്ടായി എടുത്ത തീരുമാനമാണ്, എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന്. പക്ഷേ ഇന്ന് സതീശൻ കുറച്ചുകൂടി നിലപാട് കടുപ്പിച്ചിട്ടുണ്ടല്ലോ, ഇനി അത്തരത്തിലുള്ള മറുപടിയെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന്. അപ്പോൾ ഇന്നലെ പറഞ്ഞത് ഒരു പിന്നോട്ട് പോക്കായിരുന്നില്ല, ഒരു കീഴടങ്ങലായിരുന്നില്ല, ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണല്ലോ സതീശിന്റെ നിലപാട്. അങ്ങനെ വരികയാണെങ്കിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റില്ല എന്ന രീതിയിലെ കാര്യങ്ങൾ പോവുകയാണോ? അതായത് മുതിർന്ന നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ജീന സജി തോമസ് നൽകിയ മൊഴിയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ പ്രതിരോധത്തിലാക്കാനുള്ള ബോധപൂർവമായ നീക്കം നടക്കുന്നു. അതിന്റെ ഭാഗമായി ജീന സജി തോമസിനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന്. അതിലവർ കടുത്ത അതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു വിട്ടുവീഴ്ചയുടെയും ആവശ്യമില്ല, അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഉള്ള ഒരു അവസരവും ഇനി നൽകേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജ്ഭവൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി പ്രതികരണം നടത്തുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്. നമുക്കറിയാം, നിഖിൽ പൈലി വിവാദമുണ്ടായപ്പോൾ, കൊലപാതക കേസിൽ നിഖിൽ പൈലി ഉൾപ്പെട്ടപ്പോൾ അന്ന് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ
അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം നിഖിൽ പൈലി പ്രതിരോധത്തിന്റെ ഭാഗമായാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയതെന്നാണ്. അങ്ങനെ ഏത് അവസരത്തിലും പാർട്ടി പ്രവർത്തകർ ഏത് പ്രശ്നത്തിൽ ഇടപെട്ടാലും മുഖം നോക്കാതെ അവർക്കൊപ്പം നിൽക്കുന്ന കെ സുധാകരൻ പോലും ഈ വിവാദമുണ്ടായി ഇത്രയധികം ദിവസം പിന്നിടുമ്പോഴും രാഹുലിന് അനുകൂലമായി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല എന്നതാണ് ഈ ഉയർന്നു വന്ന പരാതികളുടെ ഗൗരവം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്നതെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിലേക്ക് എത്തിക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിന് വില കൊടുക്കേണ്ടി വരുമെന്ന നിലപാടിലേക്ക് നേതൃത്വം ഒന്നടങ്കം എത്തുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ. ഇന്നും അദ്ദേഹം അതുതന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല, സ്പീക്കർക്ക് രാഹുലിനെതിരെ എടുത്ത നടപടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉടൻ തന്നെ കത്ത് നൽകുവാനാണ് തീരുമാനവും.